മമ്മൂട്ടിയും ദിലീപും പൃഥ്വിരാജും ഒക്കെ ഹിറ്റടിച്ചപ്പോൾ മോഹൻലാലിന് ഫ്ലോപ്പ് അടിച്ചു. അങ്ങനത്തെ ഒരു വിഷു കാലം ഉണ്ടായിരുന്നു. ഞാൻ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2005 വിഷു കാലം, ആ ഒരു ഏപ്രിൽ മാസം സമ്മർ വെക്കേഷനും വിഷു ഒക്കെ തുടങ്ങുന്ന, അല്ലെങ്കിൽ ആ ഒരു വിഷു കാലം സമ്മർ വെക്കേഷനൊക്കെ തുടങ്ങുന്ന ആ ഒരു മാസത്തിനോടനുബന്ധിച്ച് ആദ്യമായിട്ട് തിയേറ്ററിലെത്തിയ സിനിമ മാർച്ചിൽ ഇറങ്ങിയ തൊമ്മനും മക്കളുമായിരുന്നു. തൊമ്മനും മക്കൾ ശരിക്ക് മാർച്ച് 18 റിലീസായത്. അതായത് ഒരു വെക്കേഷൻ തുടങ്ങുന്നതിനൊക്കെ മുമ്പ് തന്നെ റിലീസായി. പക്ഷേ ആ ഒരു സിനിമ നമുക്കറിയാം ഏത് തരത്തിലുള്ള വിജയമായിരുന്നു എന്നുള്ളത്. അന്ന് മമ്മൂട്ടിയുടെ അത്യാവശ്യം നല്ല സമയമായിരുന്നു. നമ്മൾ മുമ്പൊരു എപ്പിസോഡിൽ 2004 എന്ന് പറയുന്ന വർഷത്തെക്കുറിച്ച് കുറച്ച് സിനിമകൾ ചെയ്തപ്പോൾ പറഞ്ഞത്, അന്ന് സേതുരാമയ്യർ CBI എന്ന് പറയുന്ന സിനിമ 2004 ജനുവരിയിൽ റിലീസാവുന്നു. അവിടെ മുതൽ മമ്മൂട്ടിക്ക് പിന്നെ അത്യാവശ്യം ഒരു പ്രതാപകാലമായിരുന്നു. കാഴ്ച എന്ന് പറയുന്ന സിനിമ സംഭവിച്ച ആ വർഷം, പിന്നെ വേഷം എന്ന് പറയുന്ന സിനിമ, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് തൊമ്മനും മക്കളിലേക്ക് എത്തുന്നത്. അപ്പോൾ തൊമ്മനും മക്കൾ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ, ആ ഒരു സിനിമ ആദ്യം ഇവർ ഷാഫി ബെന്നിപ്പി നായരമ്പല ആലോചിക്കുമ്പോൾ ലാല് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ, ബെന്നിപ്പി നായരമ്പലം എഴുതുന്നു, ഷാഫി ഡയറക്റ്റ് ചെയ്യുന്നു. അതിലാദ്യം ആ ഒരു അച്ഛൻ്റെ വേഷം, തൊമ്മൻ്റെ വേഷം ലാലും മക്കളായിട്ട് പൃഥ്വിരാജും ജയസൂര്യനുമാണ് ആലോചിച്ചിരുന്നത്. പക്ഷെ അന്ന് പൃഥ്വിരാജ് വേറെ ചില തമിഴ് സിനിമകളുടെ ഒരു തിരക്കൊക്കെ ആയതുകൊണ്ട് പൃഥ്വിരാജിനെ ആവേശം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുന്ന സമയത്താണ് മമ്മൂട്ടി ഈ കഥ കേൾക്കുന്നത്. മമ്മൂട്ടി പറയണത്, ഇത് പൃഥ്വിരാജ് ചെയ്താൽ നിൽക്കുമോ എന്ന് മമ്മൂട്ടി ചോദിച്ചു. അങ്ങനെ പിന്നെ മമ്മൂട്ടി തന്നെ അത് ഏറ്റെടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ മമ്മൂട്ടിയായി, ലാലായി, പിന്നീട് ആ രാജൻ ബദേവ് ആ ഒരു വേഷത്തിലോട്ട് വന്നു. എനിക്ക് തോന്നുന്നു അന്ന് ഇന്നസെന്റിനെയൊക്കെ ആലോചിച്ചിരുന്നു തോന്നുന്നു. എന്തായാലും രാജൻ ബദേവ് അത് ഗംഭീരമായിട്ട് ആ ഒരു വേഷം ചെയ്തു. എന്തായാലും ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അത് പിന്നീട് തമിഴിൽ ചെയ്തിട്ട് പക്ഷെ വിജയിച്ചില്ല. അതേ വർഷം തന്നെ തമിഴിൽ വിക്രം, അന്യൻ റിലീസ് ചെയ്യേണ്ട വിക്രം പെട്ടെന്ന് ചെയ്തൊരു പടമായിരുന്നു അത്. ഒരു ലൈറ്റ് സബ്ജക്റ്റ് ചെയ്യണം, ഒരു മലയാളം റീമേക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് വിക്രം വന്നത് ചെയ്യുന്നത്. പക്ഷെ അത് അവിടെ വലിയ വിജയമായിരുന്നില്ല. എന്തായാലും തൊമ്മനും മക്കളും ആ ഒരു വിഷു സീസൺ അല്ലെങ്കിൽ ഒരു സമ്മർ സീസണിൽ ഭയങ്കരമായിട്ട് വിജയിച്ച ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നെ ദിലീപിന്റെ കൊച്ചി രാജാവ്, CID മൂസ എന്ന സിനിമയ്ക്ക് ശേഷം ദിലീപും ജോണി ആന്റണി ഏകദേശം ഒരു 2 വർഷങ്ങൾക്ക് ശേഷം അവർ ഒന്നിച്ച ഒരു സിനിമ തന്നെയായിരുന്നു. അപ്പോൾ കൊച്ചി രാജാവിൻ്റെ റിലീസിന് മുമ്പ് ശരിക്കും 2004 ക്രിസ്മസിന് ദിലീപിന് രസികൻ എന്നുള്ള സിനിമയായിരുന്നു. അത് വലിയൊരു വിജയമല്ലായിരുന്നു, പരാജയം തന്നെയായിരുന്നു. വലിയ വിജയം നല്ല പരാജയമായിരുന്നു. 2004 ഇതുപോലെ തന്നെ കഥാവിശേഷം എന്ന സിനിമ ഉണ്ടായിരുന്നു. പിന്നെ വെട്ടമുണ്ടായിരുന്നു. വെട്ടം തിയേറ്ററിക്കലി അന്നങ്ങനെ വലിയ വിജയമല്ല. അപ്പോൾ ദിലീപിന് ഒരു ഹിറ്റ് ആവശ്യമായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു CID മൂസയും അതൊക്കെ കഴിഞ്ഞ് 2004 എന്ന് പറയുന്ന ഒരു വർഷം ദിലീപിന് റൺവേ ഉണ്ട്. പക്ഷെ എങ്കിലും കുറച്ച് ഫ്ലോപ്പുകൾ ഉള്ളതുകൊണ്ട് ദിലീപിന് ഒരു വിജയം ആവശ്യം വരുന്നു. അങ്ങനെയാണ് ഈ കൊച്ചി രാജാവ് സിനിമ ഇറങ്ങുന്നത്. കൊച്ചി രാജാവ് സിനിമ ഇറങ്ങിയ ദിവസം എൻ്റെ ഒരു ഓർമ്മയിൽ അന്നത്തെ ഒരു മോശം അഭിപ്രായമായിരുന്നു. കാരണം നമുക്കറിയാം ദിലീപിന്റെ കുറച്ചൊരു ആക്ഷൻ മൂഡും ഒക്കെ, അല്ലെങ്കിൽ സീരിയസ് ദിലീപിനാണ് തുടക്കമൊക്കെ നമ്മൾ കാണുന്നത് ആ സിനിമയിൽ. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ദിലീപ് ഒരു ഹ്യൂമർ ഇതിലേക്ക് പോകുന്നത്. എങ്കിലും 50-50 ആണ്. അപ്പോൾ ആളുകൾ അത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ള ഒരു ടെൻഷൻ അവർക്കും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇറങ്ങിയ ദിവസം കുറച്ച് മിക്സ് ഒപ്പീനിയൻ എന്ന് വെച്ചാൽ പിന്നെ പതുക്കെ ആ പടം കത്തിക്കേറി അത് സൂപ്പർ ഹിറ്റായി കൊച്ചി രാജാവ്. ആ വർഷം ദിലീപിന് ശരിക്ക് ചാന്തുപൊട്ട്, കൊച്ചി രാജാവ്, പാണ്ടിപ്പട, അതിൽ ചാന്തുപൊട്ടായിരുന്നു ഏറ്റവും വലിയ വിജയം. പിന്നെ കൊച്ചി രാജാവും പാണ്ടിപ്പടയും, ഇങ്ങനെ തന്നെയായിരുന്നു അതിൻ്റെ ഒരു ദിലീപിന് ഫ്ലോപ്പുകളൊന്നുമില്ല. ഒരു വിജയ സിനിമകൾ തന്നെയായിരുന്നു ദിലീപിന് ആ വർഷം. പിന്നെ വളരെ പ്രതീക്ഷയോടുകൂടി ഇറങ്ങിയ മോഹൻലാൽ രഞ്ജിത്ത് കൂട്ടുകെട്ട്, രാവണ പ്രഭുവിന് ശേഷം മോഹൻലാലിനെ നായകനാക്കി രഞ്ജിത്ത് ചെയ്യുന്ന ഒരു സിനിമ ചന്ദ്രോത്സവം. അതിന് തൊട്ടുമുമ്പത്തെ വർഷം മമ്മൂട്ടിയെ നായകനാക്കി ബ്ലാക്ക് ചെയ്തു. ബ്ലാക്ക് വിചാരിച്ച പോലൊരു വിജയമല്ലായിരുന്നു, എങ്കിലും നല്ലൊരു സിനിമയായിരുന്നു, അത്യാവശ്യം ഓടിയൊരു സിനിമയായിരുന്നു. കാരക്കാമൂർ ഷൺമുഖം എന്ന് പറഞ്ഞ കഥാപാത്രം ഒക്കെ മമ്മൂട്ടി ഫാൻസിനും അല്ലെങ്കിൽ എല്ലാവർക്കും ഭയങ്കരമായിട്ട് തൃപ്തി നൽകിയ ഒരു കഥാപാത്രമായിരുന്നു. അതിനുശേഷം വരുന്നത് ചന്ദ്രോത്സവം എന്നുള്ള സിനിമ. ചന്ദ്രോത്സവത്തിന്റെ ആ ഒരു പോസ്റ്ററൊക്കെ അന്ന് ആദ്യം ഇറങ്ങിയപ്പോൾ മോഹൻലാലിന്റെ ഒരു ഫൈറ്റ് സീക്വൻസ് ഒരു സ്റ്റില്ലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു ആക്ഷൻ മൂഡിലുള്ള ഒരു സിനിമയായിരിക്കും. രാവണപ്രഭുവും നരസിംഹമൊക്കെ പ്രതീക്ഷിച്ചൊക്കെയാണ് ആളുകൾ പോകുന്നത്. പക്ഷെ ആളുകൾ അന്ന് ആ സിനിമ തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ പരാജയമായിരുന്നു. ആളുകൾ നിരാശരായി ആ സിനിമ റിലീസായി. ഞാൻ ആ സിനിമ ഇറങ്ങി 2-3 ദിവസം കേട്ടപ്പോൾ, പക്ഷെ അപ്പോൾ എനിക്ക് വളരെ മോശം ഒപ്പീനിയൻ ആയിരുന്നു. പക്ഷെ എനിക്ക് ആ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. ഇന്നും റിപ്പീറ്റ് ഞാൻ കാണുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇന്നാണ്, പിന്നീട് ആ സിനിമ യൂട്യൂബിലൊക്കെ ഇറങ്ങിയ ശേഷം ഒരുപാട് പേര് കണ്ടിട്ട്, ചിറക്കൽ ശ്രീഹരി, പിന്നെ അതിലെ രാമനുണ്ണി എന്ന് പറഞ്ഞ വില്ലൻ ക്യാരക്ടർ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടതായിരുന്നു ആ ഒരു കഥാപാത്രം. എനിക്ക് തോന്നുന്നു അന്ന് രാമനുണ്ണിയായിട്ട് കലാഭൻ മണീനെ ആലോചിച്ചിരുന്നു തോന്നുന്നു. പിന്നെ മണിയുടെ ഡേറ്റ് കിട്ടാത്തതുകൊണ്ടാണ് തോന്നുന്നു ഈ പറയുന്ന രഞ്ജിത്ത് എന്ന് പറഞ്ഞ തമിഴ്നാണ് ചെയ്യുന്നത്. പിന്നെ രാജമാണിക്യത്തിലും രഞ്ജിത്താണ് ചെയ്തത്, കലാഭൻ മണിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. എങ്കിലും നല്ലൊരു സിനിമയായിരുന്നു, നല്ല പാട്ടുകളായിരുന്നു. പക്ഷെ തിയേറ്ററിൽ ആ ഒരു സിനിമ അന്ന് പരാജയമായിരുന്നു.
പിന്നെ ജയറാമിന്റെ ആലീസ് ഇൻ വണ്ടർലാൻഡ്, സിബി മലയിൽ ജയറാം കൂട്ടുകെട്ടൊരു സിനിമ, എൻ്റെ വീട് അപ്പൂൻ്റെ ഒക്കെ കേട്ടവർ ഒന്നിക്കുന്ന സിനിമ. പക്ഷെ ആ സിനിമയും റിലീസ് ദിവസം തന്നെ തിയേറ്ററിൽ വീണ ഒരു പടം തന്നെയായിരുന്നു. കാരണം അതൊരു കുറച്ചൊരു ഫാന്റസിയും അങ്ങനെയൊക്കെ ആയിട്ട് വന്നൊരു സിനിമയായിരുന്നു. ആളുകൾക്ക് അത് വലുതായിട്ടൊന്ന് ദഹിച്ചില്ല. ആ ഒരു സിനിമയുടെ അനൗൺസ്മെന്റ് വന്ന സമയത്ത് അന്ന് ജയറാമും പിന്നെ മീര ജാസ്മിനും പ്രഭുദേവ ഇങ്ങനെയൊക്കെയായിരുന്നു വന്ന അനൗൺസ്മെന്റ്. പക്ഷെ പിന്നീട് മീര ജാസ്മിനും പ്രഭുദേവൊക്കെ മാറി പ്രഭുദേവയുടെ വേഷമായിരുന്നു പിന്നീട് ഈ പറയുന്ന വിനീത് ചെയ്തതൊക്കെ. എന്തായാലും ആ ഒരു സിനിമ നല്ല പാട്ടുകളൊക്കെ തരുന്നു. ആ സിനിമ ഒരു മേക്കിംഗ് ഒക്കെ നല്ലൊരു മേക്കിംഗ് ഒക്കെ തന്നെയായിരുന്നു. പക്ഷെ സിനിമ തിയേറ്ററിൽ വളരെ പരാജയമായിരുന്നു. എനിക്കിപ്പോൾ ഓർമ്മ ഉണ്ട്, അന്ന് ഈ വിഷു സീസണിന്റെ ആ ഒരു ആഴ്ച കഴിഞ്ഞിട്ട്, ആ ഒരു തൊട്ടടുത്ത ഒരാഴ്ച, വെക്കേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരാഴ്ച, അന്നത്തെ സിനിമാ മംഗളം പോലത്തെ ഏതൊരു മാഗസീനിൽ ഇങ്ങനെ ബോക്സ് ഓഫീസ് കളക്ഷനെ കുറിച്ച് എഴുതിയിരുന്ന പോലെ എഴുതിയിട്ടുണ്ട്. കൊച്ചി രാജാവ് മുന്നേറുന്നു, ചന്ദ്രോത്സവം പരാജയത്തിലേക്ക്, ആലീസ് ഇൻ വണ്ടർലാൻഡ് അവസ്ഥയും മോശമാണ് എന്നും പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ടൊക്കെ ഒന്ന് വായിച്ചത് ഓർമ്മയുണ്ട്. പിന്നെ മറ്റൊരു സിനിമ അത്ഭുത ദ്വീപ്. അത്ഭുത ദ്വീപ് സിനിമ ശരിക്കും അന്ന് നമുക്കറിയാം, വിനയൻ എന്ന് പറഞ്ഞ ഹിറ്റ് മേക്കർ പൃഥ്വിരാജിന് സംഘടനയിൽ നിന്ന് വിലക്കുള്ള ഒരു സമയത്ത് സംഘടനയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ചെയ്തൊരു സിനിമയാണ് അത്. 2004 സെപ്റ്റംബർ ഒക്ടോബർ ആയപ്പോഴായിരുന്നു ആ സിനിമയുടെ ഷൂട്ടൊക്കെ തുടങ്ങുന്നത്. അത് 2005 ഇറങ്ങണമെങ്കിൽ പൃഥ്വിരാജിന് വെള്ളി നക്ഷത്രമുണ്ട്, 2004 വിജയിച്ചൊരു സിനിമയാണ്. വെള്ളി നക്ഷത്രം കഴിഞ്ഞിട്ട് പൃഥ്വിരാജിന് പിന്നെ സത്യം, അത് ഈ പറയുന്ന 2004 ഏപ്രിലിൽ തന്നെയാണ് സത്യം കമ്മിറ്റ് ചെയ്യുന്നത് പൃഥ്വിരാജ്. സത്യം കമ്മിറ്റ് ചെയ്തതോടുകൂടി പൃഥ്വിരാജിന് സംഘടനയിൽ നിന്ന് വിലക്ക് വരുന്നു, വേറെ സിനിമകൾ കിട്ടുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് പോയിട്ടാണ് തമിഴിൽ പോയിട്ട് പൃഥ്വിരാജ് സിനിമകൾ ചെയ്തു തുടങ്ങി. പക്ഷെ പിന്നെ വിനയൻ തന്നെ പൃഥ്വിരാജിന് വീണ്ടും ബ്രേക്ക് കൊടുത്തു. അതാണ് അത്ഭുത ദ്വീപ്. പൃഥ്വിരാജിന് നല്ല ഹിറ്റായ ഒരു സിനിമ തന്നെയായിരുന്നു. ആ ഒരു വർഷത്തെ ഹിറ്റ് സ്റ്റാറ്റസ് ഇടം നേടിയ ഒരു സിനിമ തന്നെയായിരുന്നു അത്ഭുത ദ്വീപ്. അപ്പൊ ഇത്രയും സിനിമകളാണ് ആ ഒരു ഏപ്രിൽ മാസം, അല്ലെങ്കിൽ മാർച്ച്, ഞാൻ പറഞ്ഞ തൊമ്മനും മക്കൾ മാർച്ചിലാണ്. ഇതിൽ ഏറ്റവും വലിയ ഹിറ്റ് തൊമ്മനും മക്കൾ തന്നെയാണ്. പിന്നെ കൊച്ചി രാജാവ്, പിന്നെ അത്ഭുത ദ്വീപ്, മൂന്നും വിജയിച്ച സിനിമകൾ തന്നെയാണ്. ഇത് കഴിഞ്ഞ് മെയ് മാസമായി കഴിഞ്ഞപ്പോൾ കുറച്ച് മലയാള സിനിമകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു സിനിമയാണ് മെയ്ഡ് ഇൻ USA. മാധവൻ ആദ്യമായിട്ട് മലയാളത്തിൽ അഭിനയിക്കുന്നു, രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്യുന്നു. അത് ശരിക്കും ആദ്യം ഇംഗ്ലീഷിൽ ആ സിനിമ റിലീസായി ഇങ്ങോട്ട് കുറച്ച് ഫെസ്റ്റിവൽസിലൊക്കെ കഴിഞ്ഞ വർഷം, 1999 വർഷമൊക്കെ ഓടി ശേഷമൊക്കെയാണ് മലയാളത്തിൽ നടക്കുന്നത്. പക്ഷെ അത് ഇവിടെ വലിയ ചലനമൊന്നും ആ സിനിമ സൃഷ്ടിച്ചില്ല. പിന്നെ തസ്കര വീരൻ, പ്രമോദ് വപ്പൻ മമ്മൂട്ടി വജ്രത്തിന് ശേഷം നിൽക്കുന്ന ഒരു സിനിമ എന്ന രീതിയിൽ ചെയ്ത സിനിമയായിരുന്നു തസ്കര വീരൻ. തസ്കര വീരൻ വലിയ വിജയമല്ല, പക്ഷെ വജ്രത്തിനെക്കാട്ടും തിരക്കേടില്ലാതെ ഓടിയൊരു വിജയം. അതിന് ഇനീഷ്യലി കിട്ടിയൊരു സിനിമ തസ്കര വീരൻ. പ്രത്യേകിച്ച് മമ്മൂട്ടി അന്നത്തെ ഒരു ഗെറ്റപ്പും നയൻതാര മമ്മൂട്ടി ഒന്നിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അന്ന് അതൊരു ഹൈപ്പ്. നയൻതാരയുടെ ആ സമയത്ത് ചന്ദ്രമുഖിയൊക്കെ ഒരേ സമയത്താണ്. ചന്ദ്രമുഖി 2005 ഏപ്രിലിൽ റിലീസാവുന്നത്. അപ്പോൾ ചന്ദ്രമുഖി ഇറങ്ങുന്നു, അത് കഴിഞ്ഞിട്ട് ഈ സിനിമ ഇറങ്ങുന്നു. തിരക്കേടില്ലാതെ ഓടിയ ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. നഷ്ടം വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ് അന്നത്തെ പ്രൊഡ്യൂസേഴ്സിന്. വലിയ ലാഭമല്ല, പക്ഷെ നഷ്ടം വന്നിട്ടില്ല. പിന്നെ ദൈവനാമത്തിൽ, അത് ജയരാജന്റെ ഒരു ഓഫ് ബീറ്റ് ലെവലുള്ള സിനിമ. പൃഥ്വിരാജിന്റെ ഭാവനയ്ക്ക് എന്ത് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അതൊരു ഓഫ് ബീറ്റ് സിനിമ, നമുക്കറിയാം ഫെസ്റ്റിവൽ മൂവി ആയിരുന്നു. പൃഥ്വിരാജിനും അന്ന് തിരക്കേടില്ലാതെ ഒരു ഒപ്പീനിയൻ കിട്ടിയ ഒരു സിനിമ തന്നെയായിരുന്നു. എനിക്ക് പൃഥ്വിരാജിന് അന്ന് ക്രിട്ടിക്സ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഭാവനയ്ക്ക് ഒന്ന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. മികച്ച രണ്ടാമത്തെ നടിക്കുള്ള അവാർഡാണ് തോന്നുന്നത് ഭാവനയ്ക്ക് കിട്ടിയത്. എന്തായാലും ഭാവനയ്ക്ക് ഒരുപാട് അപ്രിസിയേഷൻ ആ സിനിമയ്ക്ക് ക്രിട്ടിക്സ് അവാർഡും സ്റ്റേറ്റ് അവാർഡും ഒക്കെ കിട്ടിയ ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നെ ബെൻ ജോൺസൺ കലാഭൻ മണി അതിനു മുമ്പ് ഹീറോ ആയിട്ട് 2003 ഡിസംബറിൽ മത്സരം എന്ന് പറഞ്ഞ സിനിമ റിലീസായിരുന്നു. മത്സരം നല്ലൊരു സിനിമയായിരുന്നു, പക്ഷെ വിചാരിച്ച പോലെ തിയേറ്ററിലേക്ക്. ഇത് കഴിഞ്ഞിട്ടാണ് അനിൽ സി മേനോൻ, ടി എ ഷാഹിദ്, കലാഭൻ മണി ഒന്നിക്കുന്ന സിനിമ. ബെൻ ജോൺസൺ ഞാൻ റിലീസ് ദിവസം കണ്ടത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആദ്യത്തെ ദിവസം തൃശ്ശൂർ രാമദാസ് തിയേറ്ററിൽ നൂൺ ഷോന് ആളില്ല, മാറ്റ്നിക്ക് ചെറിയൊരാൾ. ഞാൻ ഫസ്റ്റ് ഷോ ആണ് കാണാൻ പോകുന്നത്. ഫസ്റ്റ് ഷോ കാണാൻ പോകുമ്പോൾ അത്യാവശ്യം ആളുകളായി. മാറ്റ്നി കഴിഞ്ഞ് ഒപ്പീനിയൻ വന്നു. ഫസ്റ്റ് ഷോ കണ്ട് തിയേറ്ററിൽ നമ്മൾ ഞെട്ടിച്ചൊരു സിനിമ. ഭയങ്കര ഫൈറ്റും പാട്ടും ഒക്കെ ആയിട്ട് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു സിനിമയായിരുന്നു ബെൻ ജോൺസൺ നമുക്ക് കിട്ടിയത്. ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ഇറങ്ങി ഞാൻ കാണുന്ന ഒരു കാഴ്ച, രാമദാസ് തിയേറ്ററിലെ സെക്കൻഡ് ഷോയിൽ ഗേറ്റ് വരെ അടയ്ക്കും. പിന്നെ പിറ്റേ ദിവസമായപ്പോഴേക്കും ആ സിനിമ ഭയങ്കരമായിട്ട് കത്തിക്കയറി. അത് അവിടെ നിന്ന് അങ്ങോട്ടാണ് കലാഭൻ മണി പിന്നെ ഹീറോ ആയിട്ട് ഒരുപാട് സിനിമകൾ കിട്ടിയത്. പക്ഷെ ബെൻ ജോൺസന്റെ മുകളിലുള്ള വിജയമൊന്നും പിന്നീട് കലാഭൻ മണിക്ക് കിട്ടിയിട്ടില്ല. ഹീറോ ആയിട്ട് കുറെ സിനിമകൾ ചെയ്തു കലാഭൻ മണി, എല്ലാം തിരക്കടില്ലാത്ത വിജയങ്ങൾ കിട്ടി, ചിലത് ഫ്ലോപ്പായി. പക്ഷെ കലാഭൻ മണി എന്ന് പറയുമ്പോൾ ഹീറോ ആയിട്ടുള്ളൊരു ആക്ഷൻ പടത്തിൽ നമുക്ക് ഓർമ്മ വരുന്നത് ബെൻ ജോൺസൺ തന്നെയാണ്. അതിലെ പാട്ടുകളാണ് സോന സോന എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഒരുപാട് നല്ല നല്ല ഓർമ്മകളുള്ള ഒരു സിനിമയാണ്. അപ്പൊ ഇത്രയും സിനിമകളാണ് ഈ ഒരു വെക്കേഷൻ കാലത്ത് തിയേറ്ററിൽ ഇറങ്ങിയത്. അപ്പൊ ഇതിന്റെ ബോക്സ് ഓഫീസ് സ്റ്റാറ്റസും മറ്റു കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ പറഞ്ഞു. ഇതിൽ തൊമ്മനും മക്കളും തൃശ്ശൂർ രാഗം തിയേറ്ററിലാണ് ഇറങ്ങുന്നത്. ഞാൻ അവിടെ നിന്നാണ് കണ്ടത്. കൊച്ചി രാജാവ് ഞാൻ അപ്സര തിയേറ്ററിലാണ് കോഴിക്കോട് കാണുന്നത്. തൃശ്ശൂർ അത് ജോസ് തിയേറ്ററിലായിരുന്നു. ചന്ദ്രോത്സവം തൃശ്ശൂർ കൈരളിയിൽ.
അത്ഭുത ദ്വീപ് ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ട്. ഞാനത് സി ക്ലാസ് തിയേറ്ററിലാണ് പിന്നീട് കണ്ടിട്ടുള്ളത്. ആലീസ് ഇൻ വണ്ടർലാൻഡ് രാധ തിയേറ്റർ എന്ന് തോന്നുന്നു. കോഴിക്കോട് രാധയിലാണ് ഞാൻ കണ്ടത്. ഇത്രയും സിനിമകളാണ്. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഒരു സിനിമ അന്ന് ബി ക്ലാസ് തിയേറ്ററുകളിൽ നിറഞ്ഞോടിയിരുന്നു. ചില എ ക്ലാസ് തിയേറ്ററിൽ, അതായത് തിരുവനന്തപുരം ശ്രീ, തൃശ്ശൂർ ശ്രീ, പിന്നെ എനിക്ക് തോന്നുന്നു എറണാകുളം സംഗീത, ഇങ്ങനെ 3 സെന്റേഴ്സിൽ ആ വിഷു സീസണിലും ഒരു സിനിമ ഉണ്ടായിരുന്നു, അച്ചുവിൻ്റെ അമ്മ. ജനുവരി 26 റിലീസായ അച്ചുവിൻ്റെ അമ്മ, 26, 25 റിലീസായ അച്ചുവിൻ്റെ അമ്മ 200 ദിവസമാണ് ഈ പറയുന്ന 3 സെന്റേഴ്സിലോടിയത്. എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഒരു മലയാള സിനിമ ഒരു എ സെന്ററിൽ അന്ന് 200 ദിവസം ഓടുന്നത്. ഒരു സ്ലീപ്പർ ഹിറ്റ് തന്നെയായിരുന്നു. നല്ലൊരു സിനിമയായിരുന്നു അച്ചുവിൻ്റെ അമ്മ. ആ വർഷം ഒരുപാട് അവാർഡ്സും അപ്രീസിയേഷനും ഒക്കെ കിട്ടിയ ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ ഇത്രയും സിനിമകളാണ് എൻ്റെ ഒരു ഓർമ്മയിലുള്ളത്. നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യുക.